രാഹുൽ ഗാന്ധിക്കോ മല്ലികാർജ്ജുൻ ഖർഗെക്കോ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾക്ക് ഇതേപോലെ ക്രൗഡ് പുള്ളിംഗ് നടത്താൻ ശേഷിയില്ലാത്തതുകൊണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് എവിടെ പോകുന്നു എന്നുള്ളത് ഒരു മാധ്യമവും തിരയാറില്ല. പക്ഷേ നരേന്ദ്രമോദി ക്യാമറയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണിപ്പോൾ. ക്യാമറ കണ്ണുകൾ തിരയും. അത്രയും വലിയ ക്രൗഡ് പുള്ളറാണ്. നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് നോക്കിയിരിക്കുന്നു, ഏത് ദിശയിൽ നടക്കുന്നു എന്നതൊക്കെ അറിയാൻ രാജ്യത്തിന് താല്പര്യമുണ്ടെന്ന്. രാജ്യത്തിലെ ആളുകൾ കാത്തിരിക്കുന്നത് കൊണ്ടാണ് ക്യാമറ കണ്ണുകൾ സ്വാഭാവികമായും തേടിപ്പോകുന്നത്. അല്ലാതെ നരേന്ദ്രമോദി ഒരു ക്യാമറയും തൻ്റെ ഒപ്പം കൊണ്ടുപോയിട്ടില്ല എന്നാണ് ബി.ജി. വിഷ്ണു ആവർത്തിച്ചു പറയുന്നത്. അരുൺകുമാർ, അതിൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്നാമത്തത്, നരേന്ദ്രമോദി ക്യാമറ കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏകാംഗ ധ്യാനത്തിന് പുള്ളി ഒറ്റപ്പെട്ട ഗുഹയിലിരുന്നപ്പോൾ വിവിധ ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഫോട്ടോയൊക്കെ പുറത്തു വന്നത് പിന്നെ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടെടുത്ത് ഫോട്ടോയൊന്നുമല്ലല്ലോ. ചാനലുകാർക്കാർക്കും പ്രവേശനമില്ലാത്തൊരു സ്ഥലത്ത് നരേന്ദ്രമോദി കൃത്യമായിട്ട് ക്യാമറ അതിനെ കൊണ്ടുപോയിട്ട് അവർ പ്രചരിപ്പിച്ച ഫോട്ടോയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ആർക്കും വേണ്ട. പിന്നെ ഈ BJP-ക്കാർ പറയുന്ന കാര്യത്തിൽ യുക്തിയില്ല എന്നോർത്ത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ബുദ്ധിയില്ല എന്ന് ഇവർ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, രാഹുൽ ഗാന്ധിയും അതുപോലെ ഖാർഗെയും ഒക്കെ ക്രൗഡ് പുല്ലർമാരല്ല എന്ന് ഇവർ പറയുന്നു. ആയിക്കോട്ടെ, ഞങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങളുടെ രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ രാഷ്ട്രീയം ഇഴകീറി പരിശോധിച്ച് ഞങ്ങൾ സംവദിക്കാൻ തയ്യാറാണെന്ന് നരേന്ദ്രമോദിയെ അടക്കം വെല്ലുവിളിച്ചിട്ട് പോലും അദ്ദേഹം സംവദിക്കാൻ തയ്യാറാകാതെ ഒളിച്ചോടുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം കേൾക്കാൻ ആളുകളുടെ എണ്ണം കുറവും നരേന്ദ്രമോദി പറയുന്ന വെറുപ്പും വിദ്വേഷവും വിഷവും കേൾക്കാൻ ആളുകളും കൂടുന്നുണ്ടെങ്കിൽ അതിനെ ക്രൗഡ് പുള്ളിംഗ് എന്നല്ല പറയാ, നമ്മുടെ സമൂഹത്തിന് ബാധിച്ചിട്ടുള്ള ഒരു കുറവായിട്ടാണ് അതിനെ കാണേണ്ടത്. രണ്ടാമത്തത്, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ വിഷയങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്ന് ബി.ജി. വിഷ്ണു അദ്ദേഹം ഈ രണ്ടാമത്തെ ടൈമിൽ സംസാരിച്ചപ്പോൾ പറയുന്നത് കേട്ടു. അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഒറ്റ ആംഗിളിൽ നിന്ന് മാത്രം. വർഗീയത, വിദ്വേഷം, വെറുപ്പ്, വിഷം, ഇത്തരം കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഈ രാജ്യത്തെ ഏത് വിഷയത്തിലാണ് വസ്തുതാപരമായിട്ട് സംസാരിച്ചിട്ടുള്ളത്, ഏത് വിഷയത്തെക്കുറിച്ചാണ് സത്യസന്ധമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, ഒന്നിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല അദ്ദേഹം. പിന്നെ രണ്ടാമത് പറയുന്നത്, കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലായിരുന്നു. അതിന്റെ ക്ഷീണം തീർക്കാനാണ് ധ്യാനത്തിന് പോകുന്നതെന്ന ബി.ജി. വിഷ്ണു പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അത് BJP-യുടെ ഒരു പ്രതിനിധി വന്ന് ഈ ചർച്ചയിൽ സമ്മതിച്ചു തരികയല്ലേ. ഇവർ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും അല്ല നടത്തിയതെന്നുള്ള കോൺഗ്രസ് ഇക്കാലയും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ വിമർശനത്തെ BJP-യുടെ പ്രതിനിധി സമ്മതിച്ചു തരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, താങ്കൾ ചോദിച്ചു, ഞാൻ ചോദിച്ചു, അതിന് ബി.ജി. വിഷ്ണു മറുപടി പറഞ്ഞില്ല. യമ നിയമം എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗയിലെ ആദ്യത്തെ 2 പ്രധാനപ്പെട്ട കോഡ് ഓഫ് കോണ്ടക്ട്സിലാണ്, യൂണിവേഴ്സൽ കോഡ് ഓഫ് കോണ്ടക്റ്റും പേഴ്സണൽ കോഡ് ഓഫ് കോണ്ടക്റ്റും. അതിൽ പറയുന്ന ഒന്നാമത്തെ അഹിംസ. അഹിംസയെ കുറിച്ചിട്ട് ഒരിക്കൽ പോലും അത് പറയാൻ യോഗ്യതയില്ലാത്ത നേതാവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ മൗന അനുവാദത്തിലും സമ്മതത്തിലും അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, കലാപങ്ങളിലൊക്കെ അദ്ദേഹം മൗനം പാലിച്ചത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ. അപ്പൊ അദ്ദേഹത്തിന് അഹിംസയെ കുറിച്ച് പറയാൻ അർഹതയില്ല. അദ്ദേഹം ഒരു യോഗ എപ്പോഴെങ്കിലും സത്യം പറഞ്ഞതായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത് പോലും അസത്യമല്ലേ? അപ്പോൾ മൂന്നാമത് ആസ്തേയ, മോഷ്ടിക്കരുതെന്ന് ഈ രാജ്യത്തെ പൗരന്മാരുടെ പൊതു ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പ്രതിവർഷം കട്ടെടുക്കുന്ന അദാനിയെയും അംബാനിയെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നരേന്ദ്രമോദിക്ക് ആസ്തേയത്തെ കുറിച്ച് പറയാൻ അർഹതയില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തെ ജനങ്ങളെ പെട്രോളിയം നികുതി കൊള്ളയുടെ പേരിൽ കൊള്ളയടിക്കുന്ന പണം കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെയും MLA-മാരെയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെയും വിലയ്ക്ക് വാങ്ങുന്ന നരേന്ദ്രമോദിക്ക് ആസ്തേയത്തെ കുറിച്ച് പറയാൻ അർഹതയില്ല. പിന്നെ ബ്രഹ്മചര്യത്തെ കുറിച്ച് പറയാൻ, അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യത്തെ കുറിച്ച് പറയാൻ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അടുത്ത അപരിഗ്രഹ എന്ന് പറഞ്ഞാൽ ആർത്തിയും ദുരാഗ്രഹവും ഒന്നും പാടില്ലെന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം ചെങ്കോട്ടയിൽ പതാക ഉയർത്തി പറഞ്ഞ് ഞാൻ അടുത്ത വർഷവും പതാക ഉയർത്തുമെന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി 9-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ് BJP നേതാക്കന്മാർ ബുക്ക് ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. ആർത്തിയും ദുരാഗ്രഹവും അധികാര ആർത്തിയും നയിക്കുന്ന ഒരു നേതാവിനെ എങ്ങനെയാണ് അപരിഗ്രഹത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുക?